കണ്ണീർ പുഴയായി വയനാട്. നേരം ഇരുട്ടി വിളിക്കുമ്പോഴേക്കും വയനാട് ജില്ല മുഴുവനും ദുരിത പേമാരിയിലായിരുന്നു. ഉരുൾപൊട്ടലിന്റെ ഞെട്ടലിലാണ് വയനാട്ടുകാർ. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ്. വയനാട്ടിൽ മാത്രം 54 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. 54 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നിലവിൽ ഔദ്യോഗികമായ റിപ്പോർട്ട് നൽകുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ഇതുവരെ 17 മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിലും കെട്ടിട അവശിഷ്ടങ്ങളുടെയും ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് NDRFന്റെ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുകയാണ്. എയർലിഫ്റ്റിംഗ് നടത്താനുള്ള ശ്രമവും വിജയിച്ചിട്ടില്ല. ദുരന്തവുമായി ബന്ധപ്പെട്ട മൊത്തം ഏകോപന ചുമതല മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായ കാർത്തികേയൻ IASനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുക. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ V സാംശിവറാവു IAS വയനാട് ക്യാമ്പ് ചെയ്ത് ജില്ലയിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും. സ്പെഷ്യൽ ഓഫീസറായാണ് അദ്ദേഹം പ്രവർത്തിക്കുക. ഇതിനിടെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ നിന്നും 800-ലേറെ പേരെ രക്ഷിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡെപ്യൂട്ടി കളക്ടർ ദേവികയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ മേപ്പടി VHCയിലാണെന്നും ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. പരിക്കേറ്റവരെ വിംസ് ആശുപത്രിയിലും എത്തിച്ചിട്ടുണ്ട്. രാവിലെ 8:30-യോടെയാണ് NDRFന്റെ രക്ഷാസംഘം സുൽത്താൻ ബത്തേരിയിലെത്തിയത്. ഹെലികോപ്റ്റർ മാർഗമാണ് സംഘം എത്തിയത്. കൽപ്പറ്റയിൽ വെള്ളം കയറിയതുകൊണ്ടാണ് ബത്തേരിയിൽ ഇറങ്ങാത്തതെന്ന് ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട്. പുഴയുടെ സൈഡിലുണ്ടായിരുന്നവർ മാറി ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോയതുകൊണ്ട് അവർ ഇപ്പോൾ സേഫാണ്. അവരെ ഇക്കര കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരമലയിലുണ്ടായിരുന്ന പാലവും പോയി. പാലത്തിനപ്പുറമുള്ളവർ കുടുങ്ങിക്കിടക്കുകയാണ്. ചൂരൽമല ടൗണിലടക്കം മുഴുവൻ ചെളി കയറിയ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. എത്ര പേർ അകപ്പെട്ടെന്നോ രക്ഷപ്പെടുത്തുന്നോ അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. നിലമ്പൂർ പോത്തുങ്കൽ ഭാഗങ്ങളിൽ ചാലിയാർ പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി 11 പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. രാവിലെ പലയിടങ്ങളിലുമായിട്ടാണ് ഓരോരുത്തരെയും ശവശരീരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ചാലിയാർ പുഴയിൽ ഒട്ടേറെ അവശിഷ്ടങ്ങളുമുണ്ട്. NDRF, ഫയർ ആൻഡ് റെസ്ക്യൂ, വിവിധ സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിലുണ്ട്. പുലർച്ചെ 2 മണിയോടെ ജനവാസ മേഖലകളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. നിരവധി വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. വലിയ ശബ്ദം കേൾക്കുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ചെളി ഉൾപ്പെടെ വീട്ടിൽ എത്തിയെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളാർമലയിൽ ചെളി അടിഞ്ഞു കിടക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. നിരവധി പേരാണ് മണ്ണിനടിയിലും വീടിന്റെ അവശിഷ്ടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നത്. നിലവിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നോ അതിനുള്ള കൃത്യമായ കണക്കുകളോ നിലവിൽ ലഭ്യമല്ല.